വെൽക്കം ടു ട്രൈഡ്. നമുക്ക് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. US ഓയിലിന്റെ വൺ ഡേ ചാർട്ടിലോട്ട് നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്ന കാര്യം, ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് പല തവണയായിട്ട് സപ്പോർട്ട് എടുത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൊമെന്റം മുകളിലോട്ട് തന്നിട്ടുണ്ട്. സോ ഈ ഒരു ലെവൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട് സപ്പോർട്ടായിട്ട്. അതുപോലെ തന്നെ അടുത്തൊരു സ്ട്രോങ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ നോക്കിയാൽ കാണാം, മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്നതിന് ശേഷം ഈ ലെവലിലും ഒരു സ്ട്രോങ് ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിനെയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട രണ്ട് ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ അടയാളപ്പെടുത്തുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ എല്ലാത്തിൻ്റെതും പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം. ആദ്യമായിട്ട് സപ്പോർട്ട് ഏരിയ ആണ് ഈ ലെവല് 63.917 ആൻഡ് 65.208. അടുത്ത സബ് റെസിസ്റ്റൻസ് ഏരിയ 66.382 ആൻഡ് 66.880. അടുത്തത് 67.536 ആൻഡ് 68.387 ആണ്. ഇതാണ് പ്രധാനപ്പെട്ട മൂന്ന് ഏരിയാസ് നമ്മൾ 1 അവറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകളൊന്ന് നോക്കാം. 50 മിനിറ്റ്സിൽ നോക്കിയാൽ കാണാം, ഒരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അവിടെ മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്നതിന് ശേഷം ചെറിയ ചെറിയ റിയാക്ഷൻസ് കിട്ടിയിട്ടുണ്ട്. സോ ഇനി മാർക്കറ്റ് ഒരു പക്ഷേ ഒരു പുൾ ബാക്ക് തരാനുള്ള ഒരു സാധ്യത ഇവിടെ നിന്ന് കാണുന്നുണ്ട്. അത് രണ്ട് വിധത്തിലാണ്. ഒന്ന്, ബ്രേക്ക് ചെയ്ത് നമ്മൾ വരച്ചിരിക്കുന്ന 1 അവറിന്റെ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നിട്ട് സസ്റ്റെയിൻ ചെയ്യാതെ ഒരു താഴോട്ടേക്ക് ഒരു പുൾ ബാക്ക് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് വരാനുള്ള സാധ്യത ഉള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഈ ഏരിയനെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ ചിലപ്പോൾ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ താഴെ ഒരു FEG ഉണ്ട്. ആ ഒരു FEG-യിലേക്ക് വന്നതിന് ശേഷം ഒന്ന് മുകളിലോട്ട് കയറി പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. FEG എന്ന് പറയുന്നത് ഈ ലെവലാണ്. ആ ലെവലിനെ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം, ഇവിടെയാണ്. ഇനി അടുത്തൊരു സാധ്യത എന്ന് പറയുന്നത് ഈ ലെവലും ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരവാണ്. പെട്ടെന്നൊരു ഇതായിട്ട് അത് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ മാർക്കറ്റ് സ്ട്രോങ് സപ്പോർട്ട് എടുത്തുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ വരുമെന്ന് തോന്നുന്നില്ല. പക്ഷെ വന്നാൽ അതായത് ഈ ഒരു ലോയൊക്കെ ബ്രേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ മിക്കവാറും സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു മെത്തേഡ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ വരച്ച 50 മിനിറ്റ്സിന്റെ ആയാലും അതിന്റെ താഴെയുള്ള FEG ആണെങ്കിൽ ഈ സപ്പോർട്ടിലൊക്കെ വരുന്ന സമയത്ത് മാർക്കറ്റ് നല്ലൊരു കൺഫർമേഷൻ തരികയാണെങ്കിൽ അവിടെ നിന്ന് സെൽ എൻട്രി, ബൈ എൻട്രി ഉണ്ട്, അത് നോട്ട് ചെയ്യുക. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യലാണ്. അതായത് ഈ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവലിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെയൊക്കെ നല്ലൊരു സപ്ലൈ നടന്നിട്ടുണ്ട്. എക്സ്പെഷ്യലി ഈ ഒരു റേഞ്ച് എന്നൊക്കെ പറയുമ്പോൾ സപ്ലൈ നടന്ന റേഞ്ച് ആണ്. അതുപോലെ അതിന്റെ തൊട്ടുമുകളിലും നടന്ന റേഞ്ചുകളാണ്. അപ്പൊ ആ റേഞ്ചിലേക്കൊക്കെ വരുന്ന സമയത്ത് മാർക്കറ്റ് ഒരുപക്ഷെ അത്യാവശ്യം മോശമില്ലാത്ത റിയാക്ഷൻ തരേണ്ടതാണ്. എന്നിരുന്നാലും കൺഫർമേഷൻ നിർബന്ധമായി തന്നെ എടുക്കുക. അത് ഇത്രയാണ് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന ആളുകൾ പ്രധാനപ്പെട്ട ഏരിയാസ് നോട്ട് ചെയ്ത് വെച്ച് അവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് എടുക്കരുത്.